ഗുഡ് മോർണിംഗ് ഫ്രം ഫിലിപ്പീൻസ്. നമ്മൾ ഫിലിപ്പീൻസിലെ ഏറ്റവും വലിയ സിറ്റി ആയിട്ടുള്ള ദവാവ് സിറ്റിയിലാണ്. ദവാവ് സിറ്റിയുടെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത്. ഒരു ഗോ വിത്ത് ദ ഫ്ലോ കാഴ്ചകൾ കേട്ടോ. എന്താണോ എൻ്റെ മുന്നിലുള്ള കാഴ്ചകൾ അത് കാണിക്കാമെന്ന് വരും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സെൻറ്റ് പാട്രോ എന്ന് പറയുന്ന ദവാവ് സിറ്റിയിലെ ഏറ്റവും പഴയ സ്ട്രീറ്റിലാണ്. അപ്പം നമ്മൾ സെൻറ്റ് പാട്രോയുടെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചേർച്ചൊക്കെ ഉണ്ട്. ആ ചേർച്ചിൻ്റെ കാഴ്ചകളിലേക്ക് വരാം. ദവാവിലെ ഏറ്റവും പഴയ ചേർച്ചാണ്. ആൻഡ് ഈ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഏറ്റവും പഴയ സ്ട്രീറ്റാണ് കേട്ടോ. ദവാവ് സിറ്റിയിലെ ഏറ്റവും പഴയ സ്ട്രീറ്റ്. നമുക്ക് ഈ സ്ട്രീറ്റിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെയും ഓട്ടോറിക്ഷ പോലത്തെ സംഭവം കാണാം. ആ ഓപ്പോസിറ്റ് കാണുന്നതെല്ലാം തന്നെ സെക്കൻഡ് ഹാൻഡ് ക്ലോത്തിങ്ങിൻ്റെ ഷോപ്പാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ക്ലോത്ത്സ് റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിന് നമുക്ക് സംഭവം കിട്ടും. ആൻഡ് ഇന്ത്യനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രൈസൊക്കെ താരതമ്യേന വളരെ കുറവാണ് കേട്ടോ. ചെരുപ്പ് കടകളും കാര്യങ്ങളും ഈ ഒരു ബിൽഡിങ് ശ്രദ്ധിച്ചില്ല നിങ്ങൾ? പഴയ ശൈലിയിലാണ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. പഴയ കാലത്തെ തൂണുകളും ആ ഒരു കെട്ടിടങ്ങളും കാര്യങ്ങളെല്ലാം കാണാം. കുറച്ചുകൂടെ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഒരു യൂറോപ്യൻ ഒരു ഓൾഡ് സിറ്റി പാറ്റേണിൽ കൊണ്ടുവരായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. പഴയകാല കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ബട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു സങ്കടം ഞാൻ പറഞ്ഞു, ദൈവളും പറഞ്ഞു. നമ്മൾ മോണ്ടിനീഗ്രോയിലൊക്കെ പോയ സമയത്ത് പഴയ സിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ ഇവിടെ നമുക്ക് ചെറിയ ഇതുപോലുള്ള തട്ടുകട സെറ്റപ്പ് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ചെറിയ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫിഷ് ആൻഡ് വെജിറ്റബിൾസ്, സോസേജ് കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ ചെറിയ പൈസയുള്ളൂ എല്ലാം. ആൻഡ് ഒരുപാട് കടകളാണ് കേട്ടോ രണ്ട് സൈഡിലും. ആൻഡ് ഈ കാണുന്നതാണ് ജിപ്നി. ഇവിടുത്തെ സാധാരണ ആളുകൾ യാത്രക്കായിട്ട് ഉപയോഗിക്കുന്ന. ആൻഡ് ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് സൈഡിലും കേക്ക് ഷോപ്പ് മുതൽ സകല സാധനങ്ങളുണ്ട്. ജ്വല്ലറി ഐറ്റംസ്, ബേക്കറി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, മ്യൂസിക്കൽ ഐറ്റംസ് വിൽക്കുന്ന കടകൾ, സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. നല്ല തിരക്കേറിയിട്ടുള്ള ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫാർമസി കാണാം. ആൻഡ് ഒരുപാട് ടാക്സിയാണ്. നല്ല തിരക്കാട്ടോ. ഈ റോഡ് മുഴുവൻ ജനപ്രളയമാണ്. ആൻഡ് ഫിലിപ്പീൻസുകാരുടെ ഇഷ്ട സംഭവം ജൊലബി. ഇവിടുത്തെ KFC അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റുള്ള ചിക്കൻ സംഭവങ്ങളാണ്. KFCയുടെ അല്ലെങ്കിൽ മെക്ഡൊണാൾഡ്സിൻ്റെ വേറൊരു പതിപ്പെന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നതാണ് ജിപ്നി. നമുക്ക് ഓരോ സ്റ്റോപ്പിലേക്കും ഈ ജിപ്നി യൂസ് ചെയ്യാവുന്നതാണ്. ദവാവ് സിറ്റിയിലെ ഏറ്റവും പഴയ സ്ട്രീറ്റ്, നമ്മൾ സ്പാനിഷുകാരുടെ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതിന് അമേരിക്കൻസിൻ്റെ എല്ലാം തന്നെ, കാരണം അവരുടെ കോളനി ആയിരുന്നല്ലോ. അതായത് ജിപ്നി എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല അടിപൊളി യാത്രാമാർഗ്ഗമാണ്. വളരെ എളുപ്പത്തിൽ ആൻഡ് ഇത്രയും വലിയ ട്രാഫിക്കുള്ള സിറ്റിയിലൂടെ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെറ്റർ. ഒരു ബസ്സിനേക്കാളൊക്കെ. ബസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ പെട്ട് ആകെ അലമ്പ് സീനാവും. So where are we going next? San Pedro. We are in San Pedro. ഒരുപാട് കൊച്ചു കൊച്ചു കടകൾ, ചെറിയ ചെറിയ ഐറ്റംസ് വിൽക്കുന്ന കാണാൻ പറ്റും. എന്തൊക്കെയോ ആ കടകളുണ്ട്. ഫിലിപ്പീൻസിൻ്റെ നാഷണൽ ബേർഡ് ഈഗിൾ, അല്ലെങ്കിൽ ദവാവ് സിറ്റിയുടെ നാഷണൽ ബേർഡ്. ദവാവ് സിറ്റിയുടെ ഒരു സിമ്പിളായിട്ട് പറയുന്നതാണ് ഈഗിൾ. അതല്ലേ? Just one now. അപ്പോൾ നമ്മൾ ദവാവ് സിറ്റിയുടെ സിറ്റി ഹാളിന് മുന്നിലാണ് നിൽക്കുന്നത്. ആൻഡ് ദിസ് ഈസ് എ സിറ്റി ഹാൾ, റൈറ്റ് അന്ന? Yes.
സിറ്റി ഹാൾ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് ഈ ഒരു ഹാളിലാണ്. ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, ജസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നീ പറഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇവിടെ വീഡിയോ ഫ്രണ്ട്ലിയാണ്, അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ബ്ലോഗേഴ്സിനൊക്കെ വലിയ കാര്യമാണ്. നമ്മൾ നടന്നു വന്ന സാൻ പെട്രോ സ്ട്രീറ്റാണ് ഈ കാണുന്നത്. ഒരുപാട് കടകളാട്ടോ, നിറയെ കടകളാണ്, നല്ല ബിസിയാണ്. ബാങ്ക് മുതൽ സകല സംഭവങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റും. ആൻഡ് ദാറ്റ്സ് എ സിറ്റി ഹോൾ ഓഫ് ദവാവ്. നല്ല ചൂടാണ്, അപ്പം വെള്ളം മേടിക്കാമെന്ന് കരുതി. നോ ക്യാഷ് wala money. I'm joking. Don't worry. Thank you. You want cold or normal? No, normal only. Normal is okay. Normal okay. Okay? Thank you. അപ്പോൾ നമ്മളിപ്പം ഉള്ളത് സാൻ പെഡ്രോ കത്തീഡ്രലിൻ്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ ദവാവ് കത്തീഡ്രൽ എന്ന് പറയും. 1840-കളിൽ തുടങ്ങിയിട്ടുള്ള ചേർച്ചാണ്, അല്ലെങ്കിൽ കത്തീഡ്രലാണ്. അന്നത്തെ കാലത്ത് ഒരു ചെറിയ ചേർച്ചായിട്ട് തുടങ്ങിയത്. അന്ന് ക്രിസ്ത്യാനിറ്റിയൊക്കെ ഇങ്ങനെ ഇവിടെ സ്പ്രെഡായി വരുന്ന സമയമായിരുന്നു. എന്നാൽ പിന്നീട് അത് വലിയൊരു ചേർച്ചാക്കി മാറ്റുമായിരുന്നു 1960s. പിന്നെ അതിനടുത്തായിട്ട് ചേർച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്റ്റാച്യു കാണാൻ പറ്റും. ആ സ്റ്റാച്യു എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു യൂണിറ്റി, ഇവിടുത്തെ പല കൾച്ചറുമായിട്ടുള്ള മിംഗ്ലിങ്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. അവരുടെയൊക്കെ ഒരു മിംഗ്ലിങ്ങും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ യൂണിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, യൂണിറ്റി ആൻഡ് പീസ് കാണിക്കാൻ വേണ്ടിയിട്ട് പണിതിട്ടുള്ളൊരു ഒരു സ്റ്റാച്യൂയും കാണാൻ പറ്റും. ആൻഡ് ഈ കത്തീഡ്രൽ ഒരു നിയോ ഗോത്തിക് ശൈലിയിൽ പണിതിട്ടുള്ളതാണ്. നമ്മൾ ഈ പ്രാഗിലൊക്കെ കാണുന്ന ചില കത്തീഡ്രലിൻ്റെ ഒരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഭയങ്കര വൃത്തിയിലുള്ള ഒരു ഫോർമാറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു പണി തീരാത്ത കത്തീഡ്രൽ പോലെ തോന്നും. നമുക്ക് എന്തായാലും അകത്തൊന്ന് കയറി നോക്കാം, അകത്ത് എന്താണ്, എങ്ങനെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. ഗോത്തിക് ശൈലിയിലുള്ള കത്തീഡ്രൽ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോക്കാം. കത്തീഡ്രലിൻ്റെ അകത്താണ്. ആൻഡ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവമുള്ള കത്തീഡ്രലോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നോർമലായിട്ടുള്ള സംഭവമാണ്. വലിയൊരു സ്പേസ് ഉണ്ട് ഇവർക്ക്, ഒരുപാട് പേരെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. ചില ഗ്ലാസ് വർക്കും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കോർണേഴ്സിൽ കാണാം. ആൻഡ് മിഡിലിൽ യേശുക്രിസ്തുവിൻ്റെ ഒരു രൂപം ഗോൾഡൻ കളറിൽ പണിതിട്ടുണ്ട്. ആൻഡ് ഡ്രസ് കോഡോ കാര്യങ്ങളോ ഒന്നുമില്ല, അതെന്നെ ഷോപ്പിംഗ് ചെയ്യിപ്പിച്ചു. എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് നമുക്കിവിടെ വ്യക്തമാണ്. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ബിറ്റ് ചിൽ ഇൻസൈഡ്, isn't it? Even though no air conditioning. White piece of stone, yellow good spirit and life, pink thanksgiving, red love relationship, birthday extensions in you, blue hope Virgin Mary, green money and business, brown travel, Wow. orange career study. A lot of blessing, yeah? Yes. And this is for you. Candle for you. Okay? No need a candle. That's for you. Okay? You get all the blessing. Okay? Okay. അപ്പോൾ ഈ 1860-കളിൽ തുടങ്ങിയിട്ടുള്ള ആ ചെറിയ ചേർച്ചിൽ, ആദ്യം തുടങ്ങിയത് ചെറിയ ചേർച്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ചേർച്ചാണ് നമ്മളിപ്പം കണ്ടത്. പിന്നീട് വന്നൊരു എക്സ്റ്റൻഷൻ പാർട്ടാണ് നമ്മൾ ആദ്യം കണ്ടത്. ആ ഒരു വലിയൊരു ഏരിയ കണ്ടില്ലേ. അപ്പം ആ ഒരു ചെറിയ ചേർച്ചിലേക്ക് ഇപ്പോഴും അകത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ മോഡസ്റ്റി ഡ്രസ്സ് വേണമെന്നാണ് പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് അവിടെയാണ് പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്. ഇവിടെ പ്രാർത്ഥന കാര്യങ്ങളൊന്നും ഇപ്പോൾ നടക്കാറില്ലെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ഗസ് ചെയ്യാണ്, എനിക്കറിയില്ല. എനിവേ, ഫിലിപ്പീൻസിലെ ഒരു ചേർച്ച് ആദ്യമായിട്ടാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. അല്ല, സെക്കൻഡ് ചേർച്ചാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്തരം ആർക്കിടെക്ചർ ശൈലിയും കാര്യങ്ങളൊക്കെ കാണാൻ. എനിക്ക് ഓരോ രാജ്യത്തും അതിൻ്റെ ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ അറിയാനൊക്കെ. നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ആ ദവാവ് കത്തീഡ്രലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ചെറിയൊരു ഗ്രീൻ സ്പേസ് കാണാം കേട്ടോ. ചെറിയൊരു പാർക്കാണ്. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടാണല്ലോ ഈ സിറ്റിയിൽ.
വ്യൂ എങ്ങാണ്ടുണ്ട് ഇപ്പം തന്നെ ചൂടെന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ഗ്രീൻ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. പലരും വിശ്രമിക്കുന്നു ഇവിടെ. പക്ഷെ നല്ല ചൂടാണ് ഈ സമയത്ത്. അപ്പം ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമ്മൾ ബാക്കി കാഴ്ചകളിലേക്ക് പോകണം. നമ്മളെ ഫസ്റ്റ് ജിപ്നി യാത്ര, നമ്മളാ ബാങ്കിറോഹാൻ്റെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ആൻഡ് നമ്മളിപ്പോൾ ജിപ്നിയിൽ കയറിയിരിക്കുക. അവിടെ ബാക്കിലുണ്ട്, ബാക്കിൽ കുറേ ആൾക്കാരെ കണ്ടില്ലേ. ഐ ഹെൽപ്പ് യു കളക്ഷൻ. പുള്ളി കളക്ട് ചെയ്ത പൈസക്ക് ചേഞ്ച് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പൈസ ഇങ്ങനെ കയ്യിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സീ ഓൾവേസ് റെഡി മണി. ദവാ സിറ്റി വെരി ബിസി, ട്രാഫിക്. ഇതിൻ്റെ അകത്ത് ചെറിയ പൈസയുള്ളൂ കേട്ടോ ചാർജ്. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റോപ്പ് ഉണ്ട്. രണ്ട് സ്റ്റോപ്പ് കവർ ചെയ്യണം. നമ്മളങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്ങനെ പോകാം. കണ്ടില്ലേ, ഇതാണ് റൂട്ട്. അപ്പം നമ്മുടെ ബാങ്കിറോഹാൻ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് എങ്ങനെ പോകുന്നു. How much for this journey, Anna? Bilang ko bayad 250. 30 പെസോയാണ് ഒരാൾക്കുള്ള ചാർജ് എന്ന് പറഞ്ഞത്. 30 പെസോ മാത്രം, 40 രൂപ. അപ്പോൾ ആൾക്കാർ ഇറങ്ങാണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കിൽ നിന്ന് പറയും, പുള്ളി അവിടെ നിർത്തി കൊടുക്കും. Me from India. But living in England. അവിടെ ചേഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. Asagikan, ma'am. Thank you. Salamat. You should take over. Culture. കണ്ടക്ടർ, ന്യൂ കണ്ടക്ടർ. പുള്ളിക്ക് വേണ്ടി ഞാൻ കാശ് മേടിക്കാൻ പോകണം. 30%. ദവാ ആക്ച്വലി മനിലയേക്കാൾ വലിയ സിറ്റി കേട്ടോ ഇൻ ടേംസ് ഓഫ് ലാൻഡ്. പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ മനിലായിരിക്കും വലുത്, പക്ഷേ ലാൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ദവാവാണ് വലിയ സിറ്റി എന്ന് പറയുന്നത്. അത് കാരണം തന്നെ ഈ ട്രാഫിക് എന്ന് പറയുന്നത് ഒടുക്കത്തെ ട്രാഫിക്കാണ്. ഇവിടെ കുറച്ചൊന്ന് കുറവുണ്ട്, പക്ഷേ ജനങ്ങളാണ് ഇവിടെ നോക്കിയാൽ മനുഷ്യർ. കുറേ മനുഷ്യരെ നമ്മളിങ്ങനെ കാണും, വലിയ സന്തോഷമുണ്ട്. ഈവൻ ദോ ഞാൻ നിൽക്കുന്നത് ലണ്ടനിലാണ്. ലണ്ടനിലും ഈക്വലി ബിസിയാണ്. റോഡ് ഇത്ര ബിസി അല്ലെങ്കിലും ആളുകൾ ഇത്രത്തോളം തന്നെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് ഇവിടെ ഇത്ര അധികം മനുഷ്യർ കാണുമ്പോൾ അതും അവർ ഹോം എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്ത്, അവരുടെ വീട്, അവരുടെ നാട്ടിൽ വെച്ചിട്ട് അവരെ കാണുന്ന സമയത്ത് ഒരു സന്തോഷം. ഐ മീൻ നമുക്കൊരു അറ്റ്മോസ്ഫിയർ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടുത്തെ ഒരു കൾച്ചറും വൈബും ആളുകളെല്ലാം തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ അതുകൊണ്ട് മാർക്കറ്റൊന്നും വിടാത്തത്. മാർക്കറ്റിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഒരുപാട് ഐഡിയ കിട്ടും നമുക്ക് ഈ നാടിനെ പറ്റിയിട്ടൊക്കെ. അടുത്ത ജീപ്നിയിൽ ആളുകൾ കയറുന്നു, ഇറങ്ങുന്നു. ഫുൾ കാഴ്ചകളാട്ടോ. You wanna try? Bye. Kuya, pila na siya? 20 lang, ma'am. 20 na. Kani 33, ma'am. Kani 20. പീനട്ട്സ് പൊരിച്ചിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പല ഫ്ലേവർ. ഇത് വിത്ത് ഗാർലിക്കാണ്. Kini, pila sa 30. Okay, isa ka ba? ഷോർട്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ ഇട്ട് തരും. കണ്ടാ, Naasin na, nihalan ng cheese, ma'am. Kini wala may halo, plain lang. Wala pa, plain. Yun na. നത്തിങ് ഇൻസൈഡ് ദിസ് വൺ. No, plain only. പ്ലെയിൻ ഉള്ളു. ഓക്കെ, Kani na, ma'am. നമുക്ക് പ്ലെയിൻ ആണ്. നമുക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ കുറച്ചൊന്ന് 20 lang. സോൾട്ട് ആഡ് ചെയ്തിട്ട്. മസറപ്പ് നമ്പർ 1 ഇൻ ഫിലിപ്പീൻസ്. Yes. Let me try. Nice one, kuya.
കൊള്ളാം. കൊള്ളാം. That's your favorite, right? This one with the garlic. Wow. നമ്മുടെ നാട്ടിൽ ബേക്കറിയിൽ കിട്ടില്ലേ അതന്നെ റോസ്റ്റഡ് ഗാർലിക് പീനട്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാം. കൊള്ളാം.